ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഡോക്ടർ മനോജ് ജോൺസന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതിലൊരു വലിയ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ സമയത്ത് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച സമയത്ത് ആ വീഡിയോയിൽ എൻ്റെ വീഡിയോ വളരെ കുറച്ച് ആളുകളെ കാണാറുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ വീഡിയോ 10 പേര് കണ്ടാലും 10 പേരും റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ ഫിറ്റ്നസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇടാതെ എൻ്റെ വീഡിയോ കാണുന്ന എനിക്കൊരു 700 സബ്സ്ക്രൈബറും ഒരു 1000 പേരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് തെറ്റ് എന്തൊക്കെയാണ് ശരിയെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന ആളുകൾ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇടുന്നത്. മനോജ് ജോൺസന്റെ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കാലറി കുറയ്ക്കുകയല്ല, കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പം കാലറി നല്ല അളവിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ കാലറി ബോഡിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കുന്നില്ല. ഹെൽത്തി ഫാറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് കാലറി തിയറി എന്ന് പറയുന്നത് പഴഞ്ചൻ സംഭവമാണ്. കാലറി കുറച്ചിട്ട് കാര്യമില്ല, കാർബ്സ് കുറച്ചിട്ടേ കാര്യമുള്ളൂ. കാലറി നന്നായിട്ട് കഴിക്കണം, ഫാറ്റും പ്രോട്ടീനും കഴിക്കണം. ഇതിൽ മനോജ് ജോൺസൺ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കാലറി നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എത്ര വേണോ ഗുഡ് ഫാറ്റ് കഴിക്കാം, അതാണ് നിങ്ങൾക്ക് വണ്ണം കുറയും. എത്ര കാലറി എന്ന് പറയുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചാൽ മതി, ഫാറ്റ് എത്ര വേണോ കഴിക്കാനാണ് പറയുന്നത്. സീരിയസ്ലി അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഫാറ്റ് കൂടുതൽ കഴിച്ച് കാർബോഹൈഡ്രേറ്റ് ലോയിൽ കഴിച്ചു പ്രോട്ടീൻ മീഡിയറ്റ് ലെവലിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയും. അത് കീറ്റോ ഡയറ്റൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ കാലറി ഡെഫിസിറ്റിലായിരിക്കണം. ഹൈ കാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് മരണം വരെ സംഭവിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പട്ടിണി കിടന്നായിരുന്നാലും വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിത് കേട്ടിട്ട്, ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഇത്തരത്തിൽ ഹൈ ഫാറ്റ് ഒരുപാട് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാര്യം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ 4 കാലറി ആണെങ്കിൽ ഫാറ്റിൽ 9 കാലറിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്താൽ തന്നെ ഒരുപാട് കാലറി ആവും. അപ്പോൾ കാലറി നോക്കിയെടുത്താൽ ഓക്കെ, കാലറി നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ വിശ്വാസമല്ല, ഇനിയും നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം കാലറി നല്ല അളവിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല.